SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും SNDPയെയും തെരഞ്ഞുപിടിച്ച് അധിക്ഷേപിക്കുന്നവർക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമാണുള്ളതെന്ന ആരോപണവുമായി സമസ്ത നായർ സമാജം രംഗത്ത്. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും കൊടും കുറ്റവാളികളാക്കി ചിത്രീകരിക്കാനാണ് മാധ്യമങ്ങളും മറ്റും ശ്രമിക്കുന്നതെന്നും സമസ്ത നായർ സമാജം ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തില് വെള്ളാപ്പള്ളി നടേശൻ ഉയർന്നു. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 18 വർഷമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അദ്ദേഹത്തിന് വെള്ളപൂശാൻ വന്നതല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 18 വർഷമായിട്ട് വേറെ ആര് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്? വെള്ളാപ്പള്ളി നടേശൻ ഡൽഹി പോയിട്ട് തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയാ. നിങ്ങളല്ലേ എഴുതിയത്? 18 വർഷമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ഇവിടെ 50 വർഷമായിട്ട് കണ്ണൂര് മുഴുവൻ പ്രവർത്തിച്ച് സഖാക്കളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് പ്രവർത്തിച്ചിട്ട് ഒന്ന് മുഖ്യമന്ത്രി ആവണമെന്ന് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇതുവരെ ആ പേര് പറയാൻ പോലും നമ്മുടെ പത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അതേ പാർട്ടിയിലുള്ളവരോ തന്നെ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, അവർക്കൊക്കെ അമർഷം ഉണ്ടാവും അദ്ദേഹത്തോടെ. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നതിന്റെ ഭയമാണ് കേരളത്തിലെ ഇരു മുന്നണികൾക്കും ഉള്ളതെന്നും വെള്ളാപ്പള്ളിക്കും സമുദായത്തിനും കേരള രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം നടന്ന വർഷങ്ങൾ കഴിഞ്ഞും LDF UDF മുന്നണികൾ അധികാരത്തിലുണ്ടായിരുന്നു. അന്നൊന്നും ആരോപിക്കാത്ത കുറ്റമാണ് വെള്ളാപ്പള്ളി പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടെ പടച്ചുവിട്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ നായർ സമാജം ശക്തമായി പ്രതിഷേധിക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു.